നമ്മെപ്പറ്റി ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എന്നാൽ നാം പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ, അവരെ വിധിക്കുമ്പോൾ ഇങ്ങനെയുള്ള മുറിവുകൾ അവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നമുക്ക് ഇങ്ങനെ ഓർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാക്കുകളിലും സ്വഭാവത്തിലുമൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അവസാനമായി താൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്നാണ്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇന്ന് ലോകത്തിലെല്ലായിടത്തും മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളാണ്. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടേണ്ടത് എന്ന് നാം മറന്നുപോവുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് പ്രശ്നങ്ങൾ നാം നേരിടേണ്ടതായിട്ട് വരുന്നു. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞ ആ ഒരു ആഴമായ സത്യം, നീ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അവരെ എന്തു ചെയ്യരുത്? വിധിക്കരുത്. വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ഇവിടെ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റുള്ളവർ തെറ്റും കുറ്റവും പാപവും കാണുമ്പോൾ കണ്ണടച്ച് അയ്യോ ഞാനിത് കണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ അത് കണ്ട് അവരെ വിധിക്കുവാൻ അത് ഉപയോഗിക്കരുത് എന്നാണ്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി എന്നാണ്. മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളും വീഴ്ചകളുമൊക്കെ നമുക്കറിയാമെങ്കിലും ആ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലപ്പോഴും നാം പരാജയപ്പെടാറുണ്ട്. എല്ലാ ആളുകൾക്കും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചില ആളുകൾ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഇവളെ കണ്ടോ? ഞങ്ങൾ ഇവളെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ചിരിക്കുകയാണ്. അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഭയങ്കര കൂർത്ത കല്ലുകളുമായി എല്ലാവരും ഓടിയടുക്കുകയാണ്. ഏത് സമയത്തും നൂറുകണക്കിന് കല്ലുകൾ അവളുടെ ശരീരത്തിൽ വീഴാം. ഒരുപക്ഷെ അവൾ ഒരു കൽക്കൂമ്പാരമായി തീരുവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ട് പേടിച്ച് ഭയന്ന് നിലവിളിച്ച് നിൽക്കുകയാണ് ഈ സ്ത്രീ ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ. യേശു കർത്താവ് അവരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കുനിഞ്ഞിരുന്ന നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവസാനം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. വീണ്ടും താൻ എഴുതിക്കൊണ്ടേയിരുന്നു. കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് ഓരോരുത്തരുടെയും പാപങ്ങളാണെന്ന് പല ചിന്തകന്മാരും പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ കല്ലുകൾ ഓരോന്നോരോന്നായി അവർ താഴെയിട്ടു. അവസാനം ആ സ്ത്രീ മാത്രം അവിടെ ശേഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ, നിന്നെ ആരും കല്ലെറിയുന്നില്ലല്ലോ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോക, ഇനിയും പാപം ചെയ്യരുത്. മറ്റുള്ളവരുമായി നാം ഇടപെടുമ്പോൾ പലപ്പോഴും അവരുടെ നല്ല വശങ്ങളെക്കാൾ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് മാനുഷികമായിട്ട് നാം ശ്രമിക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നീ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അവരോട് മനസ്സലിവുള്ളവനായിരിക്കണം, സ്നേഹത്തിൽ കരുണയിൽ ഇടപെടണമെന്ന്. അവരുടെ ജീവിതത്തിലെ ബലഹീനതകളെ കണ്ട് അവരെ വിധിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നീ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും മുകളിലായി ഒരു ന്യായാധിപതിയുണ്ട് എന്നുള്ളതാണ്. സകല മനുഷ്യരെയും നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് നാം ഓർക്കണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.